ഹരി ഓം, ഏവർക്കും വെറുതെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജൂൺ മാസ ഫലമാണ്. 2024 ജൂൺ മാസത്തില് നമ്മുടെ രാശിക്കാർക്ക്, ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പ്രഡിക്ഷൻ ഇടുന്നുണ്ട്. സോ വ്യക്തമായി തന്നെ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓരോ വാക്കുകളും വളരെയധികം ശ്രദ്ധിച്ച് അതിന് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടങ്ങളും ഗുണങ്ങളും എല്ലാം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. സോ നമ്മൾ കൃത്യമായി തന്നെ വീഡിയോ ശ്രദ്ധിക്കുക. നിങ്ങൾ ചന്ദ്രനാൾ മാത്രം നോക്കാതെ നിങ്ങളുടെ ലഗ്ന ഫലവും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരിച്ചൂടും അനുകൂലമായി നിങ്ങളിലേക്ക് കുറച്ചുകൂടി ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പൊതുഫലം മാത്രം മനസ്സിലാക്കുക. അപ്പം നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. മിഥുനക്കൂറ്, മകേരമര, തിരുവാതിര, പുണർദ, മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നോക്കുവാണെങ്കിൽ ഇവർക്ക് നമുക്ക് പറയാമെങ്കിൽ ഇവരുടെ ഗ്രഹനില അല്ലെങ്കിൽ ഗ്രഹനില ഈ മാസത്തെ നോക്കുവാണെങ്കിൽ അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമല്ല, പ്രതികൂലമാണോ എന്ന് ചോദിച്ചാൽ പ്രതികൂലമല്ല. ആദ്യത്തെ ഒരു മാസത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് വെച്ചാൽ 1 മുതൽ 15 വരെ ഉള്ള സമയം എന്ന് പറയുന്നത് ഇവർക്ക് അത്ര അനുകൂല സമയമല്ല. ബട്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് അനുകൂലമായ സമയമാണ്. 15 ശേഷം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ മാസത്തിന്റെ തുടക്കം എന്ന് പറയുന്ന എല്ലാ ഗ്രഹങ്ങളും തന്നെ എന്താണ്, നിങ്ങളുടെ 12ാം സ്ഥാനത്താണ് നിൽക്കുക. വ്യാഴം അതെ, ശുക്രൻ അതെ, ബുധൻ അതെ, ആദിത്യൻ അതെ, 12ലാണ് നിൽക്കുക. എന്നിരുന്നാലും 15 ശേഷം 12 മുതൽ ഓരോന്നും മാറി തുടങ്ങും. 15 എല്ലാ ഗ്രഹങ്ങളും തന്നെ മാറി നിങ്ങളുടെ ലഗ്നത്തിലേക്ക് വരിക, മിഥുനൻ രാശിയിലേക്ക് വരികയാണ്. സോ അന്നേരം തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചിന്തിച്ചിറങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു മാസത്തിൽ ജൂൺ മാസം നിങ്ങൾക്ക് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിക്കോളൂ. ബട്ട് ചിന്തിച്ച ശേഷം മാത്രമേ ഇറങ്ങാൻ ശ്രമിക്കുക. എന്നാൽ മാത്രം നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് എന്താണ്, 10, 4 എന്ന സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ശനി 9 നിന്നാണ് നിൽക്കുന്നത്. സോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കൊരു പുതിയൊരു ഐഡിയ ഉണ്ട്, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യണം, എൻ്റെ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ 15 ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം 15 വരെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈൻഡ് ഡീവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം, കൃത്യമായൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ല നിങ്ങൾക്ക് ചേരുന്ന എന്താണോ അത് ചേരാൻ നിൽക്കാൻ പറ്റാത്ത, നിങ്ങളിപ്പോൾ ഒരു ബാധ്യത വാങ്ങിയാണ് ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനൊക്കെ അനുകൂലം എന്ന് പറയുന്നത് ഈ 15 ശേഷം നിങ്ങൾ ഇറങ്ങി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അനുകൂലമായി വരിക എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലമായ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ഇപ്പൊ ചിന്തിക്കും, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ബിസിനസ് പോരെ, അല്ലെ ബിസിനസ്സിൽ അറിവുണ്ടായാൽ പോരെ, അല്ലെ ബിസിനസ് ചെയ്യാൻ അറിയാമെങ്കിൽ ബിസിനസ് ജീവിതത്തിലെ സമയത്തെ അത് ബാധിക്കുമോ? പക്ഷെ സമയം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും പ്രതികൂലമായി നിൽക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടേണ്ട പാടും എന്ന് പറയുന്നത് രണ്ടാണ്. നമുക്ക് അനുകൂലമായി നിൽക്കാം. നമുക്ക് ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണമാണ്, ഒരു ഓട്ട മത്സരം. നമുക്ക് കാല് മേലാതിരിക്കുമെന്ന് വിചാരിക്കാൻ, കാലൊരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തിനും പറ്റി നമുക്ക് കാല് മേലാതിരിക്കുകയാണ്. സോ നമുക്കത് ഓടി ജയിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അല്ലേ. എന്നാൽ കാല് നല്ല സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓടി ജയിക്കാൻ പറ്റില്ലേ? അപ്പൊ അതും ഇതുമായിട്ട് എന്താ കണക്ഷൻ ചോദിക്കും. അതൊന്ന് ഇവിടെ എനിക്ക് ഈ ഒരു കണക്ഷനാണ് എനിക്ക് പറയാൻ തോന്നിയത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സമയം നന്നായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് സ്വീകരിക്കും. ആ സമയം നിങ്ങൾ മോശപ്പെട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് വരും. സോ ഇത് ഒത്തിരി ദിവസം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഈ ഒരു മാസത്തിന്റെ പാതി എന്നാൽ 2ാം ഭാഗം തൊട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയമായി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാമല്ലോ. സോ നിങ്ങൾക്ക് അത് വലിയൊരു മിസ്റ്റേക്കായി വരില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കൺസൾട്ടേഷൻ കൊണ്ട് ചെയ്ത ശേഷം നിങ്ങൾ പൂർണ്ണ ഡീറ്റെയിൽ എടുക്കേണ്ട ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതിന്റെ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഈ കോമൺ പ്രഡിക്ഷൻ എടുത്ത് മുമ്പോട്ട് പോവാതെ നിങ്ങളുടെ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ, നിങ്ങൾക്ക് ഈ മാസത്തിൽ എന്താണ് കൃത്യമായി നിങ്ങളുടെ ജാതകം അനലൈസ് ചെയ്ത് എടുക്കുന്ന പ്രഡിക്ഷൻ എടുക്കുക. സോ അങ്ങനെ എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് വെച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഓക്കെ, ബിസിനസ്സുകാരോടാണ് ഞാൻ പറയാനുള്ളത്. നിങ്ങൾ ചെറിയൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നവരായി നിങ്ങൾക്ക് ഇപ്പൊ അത് എടുക്കണം എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പോകണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഇതെല്ലാം എന്താണ്, വിശ്വാസത്തിൽ ഡിപ്പെൻഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ, ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു ഇതിൽ പോകുമ്പോൾ ഓക്കെ അനുകൂല സമയമാണ്, പക്ഷെ മാർക്കറ്റ് അറിയാതെ പോയി ബിസിനസ് ചെയ്താൽ നഷ്ടം വരും, ഉറപ്പുള്ള കാര്യമാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കുക, അത് ബിസിനസ് ഐഡിയ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനോട് ഒന്ന് സംസാരിച്ച് നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് കൺസൾട്ടന്റിനെ കണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക. എന്നാൽ മാത്രമാണ് നമുക്കതൊരു വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രം ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യം ചിന്തിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, പൊതുവെ വ്യാഴം 12 തീരുമാനത്തിനൊക്കെ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെ പെട്ടെന്ന് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ചിന്തിച്ച ശേഷം നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. രാഹു എന്ന് പറയുന്ന 10ലാണ് നിൽക്കുന്നത്. എപ്പോഴും എന്താണ്, മൈൻഡ് ഡീവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു വ്യക്തത കിട്ടാത്ത ആവശ്യം, ഇത് ചെയ്യണോ അത് ചെയ്യണോ മറ്റത് ചെയ്യണോ മറിച്ചത് ചെയ്യണോ, അവൻ പറഞ്ഞാണോ ശരി ഇവൻ പറഞ്ഞാണോ ശരി അല്ലെ ഞാൻ പറഞ്ഞാണോ ശരി, എന്താണ് ചെയ്തത്, ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എന്താ നമുക്ക് കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊരവസ്ഥ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്ന് ശ്രദ്ധിക്കുക. കൃത്യമായി ചിന്തിച്ച ശേഷം മാത്രമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. തൊഴിലിനൊരു മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും മൈൻഡ് ഡീവിയേഷൻ ആവുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു അവസ്ഥ ഈ ഒരു മാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെടുക്കണം, ഒരു കരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലാവാത്ത അവസ്ഥ, ഞാൻ എന്ത് പോകണം. ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞാൽ ഇനി എന്ത് പഠിക്കണം, ഇനി 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏത് സ്ട്രീം എടുക്കണം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് മാർക്ക് കൊണ്ട് നിങ്ങൾ സയൻസ് എടുക്കുക, കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിക്കാണ്ട് നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു ടൈമിൽ മുമ്പൊക്കെ കൊടുക്കണം. അപ്പം സയൻസ് എടുക്കുക, സയൻസ് എടുത്താൽ നിങ്ങൾക്ക് ഏത് സ്ട്രീമിലേക്കും പോകാൻ പറ്റും. ഇനി നല്ല നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ആയി, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗൈഡൻസിനെ കണ്ടു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ട കൃത്യമായി പഠനം എടുക്കുക. കാരണം അനാവശ്യമായിട്ട് പഠിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം എന്താണ്, നമ്മുടെ ഫ്യൂച്ചറിൽ എന്താണ് ആവശ്യം അത് മാത്രം പഠിച്ച് മുമ്പോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ആ പ്ലാനിങ് ഒക്കെ എന്താണ് നിങ്ങൾ കൃത്യമായി നോക്കുക. ഇനി അതല്ല 15-ാം തീയതിക്ക് മുമ്പ് വേണമെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടന്റിനെ കണ്ട് നിങ്ങൾ ശേഷം തീരുമാനം എടുക്കുക. അല്ല 15 ശേഷം നിങ്ങൾക്ക് തീരുമാനം എടുത്താൽ മതിയെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി, ബെറ്റർ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും 15-ാം തീയതിക്ക് ശേഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെതായ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ. എന്താണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ്, പോസിബിലിറ്റി കൂടുതലാണ്. എന്നിരുന്നാൽ ഈ ചെലവുകളൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റും, നല്ല ചെലവാക്കി മാറ്റാൻ സാധിക്കും. കാരണം 12 നിൽക്കുന്ന വ്യാഴമാണ്. സോ അതിൻ്റെതായ ചെലവ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ മോശമായ ചെലവുണ്ടാകാൻ സാധ്യതയില്ല, കൂടുതലും അനുകൂലമായ ചെലവുകളിലേക്കാണ് വരാൻ ചാൻസ്. സോ നിങ്ങളത് അനുകൂലത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വീട് പണി നിർത്തി വെച്ചേക്കുവാണ്, നിങ്ങൾക്കത് പുനരുദ്ധരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം വിവാഹ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിൽ അത്ര അനുകൂലമായ സമയമല്ല. പ്രണയങ്ങൾക്കും അത് വിജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രണയം പുതിയതായിട്ട് നോക്കുന്ന ഒരാള് അല്ലെങ്കിൽ ആ പ്രണയം അത്ര സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പ്രണയ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരാണ്, അവർക്കത് വീട്ടിൽ അവതരിപ്പിക്കണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ 15-ാം തീയതിക്ക് ശേഷം അവതരിപ്പിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വരിക. സോ 15-ാം തീയതിക്ക് മുമ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടി വരും, 15-ാം തീയതിക്ക് ശേഷം വരുമ്പോൾ കുറച്ചുകൂടി അനുകൂലമായി വരും എന്ന് പറഞ്ഞ് നാളെ കൊണ്ട് 15-ാം തീയതിക്ക് ശേഷം പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടുകാർ നോക്കണം. വീട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നാല് വളർത്തിയവരാണ്. സോ അവർക്കറിയാം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പം അവരത് നോക്കി നമുക്ക് അനുകൂലമാണെങ്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുമ്പോട്ട് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. അപ്പം ആ കാര്യങ്ങളോട് നോക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും നോക്കി തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക, കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ പ്ലാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഈ മാസം മോശമാണോ ചോദിച്ചാൽ മോശമല്ല. നിങ്ങൾക്ക് ഈ 15-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തൊരു കാര്യം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനൊക്കെ അനുകൂലമായൊരു സമയമാണ് വരിക. ഓക്കെ, അപ്പൊ അതിനൊക്കെ അനുകൂലമാണ് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ. പ്രിപ്പയർ ചെയ്യാതിരുന്ന് ഇങ്ങനെ കൈയൊക്കെ കെട്ടി അല്ലെങ്കിൽ ആ ഒരു കസേരയിലൊക്കെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് 15-ാം തീയതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും സക്സസ് ആവും. അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം എനിക്ക് ക്ലാരിറ്റി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അന്നേരം ഞാൻ ബിസിനസ് ചെയ്യാം. ഇപ്പൊ ബിസിനസ് ഒക്കെ അവർ നോക്കി നടക്കട്ടെ, എനിക്ക് മോശം സമയമാണല്ലോ, അപ്പൊ അവർ നോക്കി നടത്തട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ
15-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം അവിടെ ഉണ്ടോ എന്ന് തന്നെ ആദ്യം പോയി നോക്കേണ്ടി വരും. മനസ്സിലായോ? തൊഴിലാണെങ്കിൽ തൊഴിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് പിന്നെ അടുത്ത് അന്വേഷിക്കേണ്ട, അല്ല അടുത്ത അത് നോക്കേണ്ട അവസ്ഥ വരും. സോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു മോശ സമയമാണെങ്കിൽ എൻ്റെ തുടക്കം തൊട്ടുള്ള വീഡിയോ കാണുന്ന മിക്ക പേർക്കും അറിയാം, മോശ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം വരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ സമയം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം വെയിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അന്നേരം പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴെ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 15-ാം തീയതിക്ക് ശേഷം ചെയ്താൽ മതി. ഇപ്പൊ ബെറ്റർ ക്വാളിറ്റി കിട്ടും, നിങ്ങൾക്ക് നല്ല അനുകൂലമായ സമയമാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്കിങ്ങനെ പോസിറ്റീവ് എനർജി നിറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ദിനചര്യ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആരോഗ്യ സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പം പൊതുവേ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയമാണോ ചോദിച്ചാൽ അനുകൂലമായ സമയം തന്നെയാണ്. പ്രതികൂലം ഗുണദോഷ സമ്മിശ്രം എന്നിരുന്നാലും ഗുണഫലമാണ് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം കുറച്ചുകൂടി നിങ്ങൾക്ക് അനുകൂലമാണ്. മെയ് മാസത്തെ ഫലം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസം കുറച്ചുകൂടി അനുകൂലമായ സമയത്തിലേക്ക് നിങ്ങൾ വരുന്നത്. സോ 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആവും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് അനുകൂലമല്ലേ? ഇപ്പൊ ഇത്രയാണ് മിഥുന രാശിയെ സംബന്ധിച്ച്, അല്ല മിഥുനക്കൂറിനെ സംബന്ധിച്ച് ഈ ഒരു മാസഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയായിരിക്കും. നിങ്ങളുടെ ആഗ്രഹ കാര്യങ്ങൾ കൂടി എഴുതുകയാണെങ്കിൽ അത് കൂടി കൂട്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.